അസുഖങ്ങൾ വരുന്നത്, അപകടങ്ങൾ സംഭവിക്കുന്നത്. ഈ സമയങ്ങളിൽ പണ്ടൊക്കെ ഞാൻ ഒരുപാട് ചെറുപ്പത്തിലൊക്കെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, എന്നാലും എനിക്കെന്തുകൊണ്ട് ഈ അപകടം വന്നു, ഞാൻ എത്ര ശ്രദ്ധിച്ചു പോയതാ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കെയർ ചെയ്ത് ജീവിച്ചിട്ട് എനിക്കെന്തുകൊണ്ട് ഈ അസുഖം വന്നു, അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും മരിച്ചു പോയ സമയത്ത് എന്തുകൊണ്ട് അവർ ഇത്ര നേരത്തെ മരിച്ചുപോയി, ഒരു പാവമായിരുന്നല്ലോ. ഇതിനൊക്കെ എനിക്ക് ഡെഫിനിഷൻ വേണമായിരുന്നു. അന്ന് ഞാൻ ഡിസ്റ്റർബായിരുന്നു, അന്ന് എനിക്ക് മനസ്സമാധാനം കുറവായിരുന്നു. എന്നാൽ ഞാൻ എപ്പോഴാണോ ഇങ്ങനെ തുടങ്ങിയത്, ഇപ്പോൾ ഒരാൾ മരിച്ചു പോയാൽ യെസ് മരിച്ചുപോയി, വൈ, എന്തുകൊണ്ട് മരിച്ചുപോയി, എല്ലാവർക്കും മരിക്കണമല്ലോ, മരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ, ഒന്നുകിൽ അസുഖം വന്നിട്ട്, അല്ലെങ്കിൽ അപകടം പറ്റിയിട്ട്, അല്ലെങ്കിൽ പ്രായമായിട്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട്. ഇതൊന്നും അല്ലാത്ത വേറൊരു മരണമില്ലല്ലോ. കുറച്ച് മെത്തേഡ് ഓഫ് മരണങ്ങൾ മാത്രമാണല്ലോ ഉള്ളൂ നമുക്ക്. അങ്ങനെ അതിൽ ഒരെണ്ണം സംഭവിച്ചു. ഓക്കെ, അതൊരു അകാല മൃത്യുവായിരുന്നു. ഈ അകാല മൃത്യു എന്നുള്ള വേർഡേ തെറ്റാ. ഒരാൾ 50 വയസ്സിൽ മരിച്ചു, അല്ലെങ്കിൽ 40 വയസ്സിൽ മരിച്ചു, അയാളുടെ അകാല മൃത്യു എന്ന് പറയുന്നു. അപ്പോൾ അയാളുടെ ശരിക്കുള്ള കാലമൃത്യു എപ്പോഴായിരിക്കും? നമ്മൾ വിചാരിക്കുകയാണ് 80 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ടിയിരുന്നൊരു മനുഷ്യൻ 40 വയസ്സിൽ മരിച്ചു പറയുമ്പോൾ നമുക്ക് അകാല മൃത്യുവാണ്. അയാൾ 80 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട മനുഷ്യനാണ് എന്നുള്ളത് ആരുടെ ഡെഫിനേഷനാണ്? അപ്പോൾ നമ്മൾ കൊടുത്ത ഡെഫിനേഷനാണ്. ഞാൻ അങ്ങനത്തെ ഡെഫിനേഷൻ കൊടുക്കൽ നിർത്തി. എൻ്റെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യം, ഒരു മനുഷ്യൻ ഏത് ഏജിൽ മരിക്കുന്നോ ആ ഏജ് തന്നെയാണ് മരിക്കേണ്ടത്. അപ്പം മരണത്തെക്കുറിച്ചുള്ള ടെൻഷൻ പോയി. പിന്നെ അസുഖങ്ങൾ, ഞാൻ എന്തൊക്കെ കെയർ ചെയ്ത് ജീവിച്ചാലും, എന്നെ എങ്ങനെ ബോഡി കെയർ ചെയ്താലും അസുഖങ്ങളെല്ലാം ഒന്നും എനിക്ക് തടയാൻ പറ്റില്ല. അത് വരേണ്ടത് വരിക തന്നെ ചെയ്യും. വന്നാൽ നമുക്ക് പറ്റുന്ന ചികിത്സകൾ നോക്കുക, മാറ്റാൻ പറ്റുമോ നോക്കുക. ഇനിയും മാറ്റാൻ പറ്റാത്ത അസുഖം വന്നാൽ മരണത്തിന് കീഴടങ്ങുക. ഐ എം റെഡി ഫോർ ദാറ്റ്.